ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ എന്താണ് സ്റ്റാർലിങ്ക്? നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരുകളിലൊന്നാണ്, ന്യൂസുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരുകളിലൊന്നാണ് സ്റ്റാർലിങ്ക്. അപ്പോൾ നമുക്ക് സ്റ്റാർലിങ്ക് എന്താണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം. ശതകോടീശ്വരനായ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന കമ്പനി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആശയമായ, അതായത് സാറ്റലൈറ്റിൽ നിന്നും ഡയറക്റ്റ് ഇൻ്റർനെറ്റ് ആളുകൾക്ക് ലഭ്യമാക്കുന്ന ഒരു പദ്ധതി, അത് അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു. 2015 അദ്ദേഹം ആ ഒരു ആശയം അവതരിപ്പിച്ചു. 2017 ആയപ്പോഴേക്കും അതിനുള്ള സാറ്റലൈറ്റുകളും മറ്റും ലോഞ്ച് ചെയ്യപ്പെട്ടു. 2020 ആയപ്പോഴേക്കും അദ്ദേഹം അത് കൊമേഴ്ഷ്യലി ലോഞ്ച് ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ്. DTHകളെ കുറിച്ച് നമുക്കറിയാം, ഡിഷ് ആൻറ്റിനകൾ. അപ്പോൾ ഈ ഒരു സ്റ്റാർലിങ്കിൻ്റെ പ്രവർത്തനവും ഏതാണ്ട് അതുപോലെയാണ്. അതായത് ഒരു ആൻറ്റിന ഇതിനുണ്ടാവും. ആ ഒരു നമ്മുടെ വീടിൻ്റെ മുകളിലായിട്ട് ആ ഒരു ആൻറ്റിന ഈ ഒരു സാറ്റലൈറ്റുകളെ അഭിമുഖീകരിച്ച് വെക്കും. അപ്പോൾ അതിൽ നിന്നുമാണ് ആ ഒരു സിഗ്നൽ റിസീവ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ആൻറ്റിന നേരെ താഴെയുള്ള ഒരു റൗട്ടറിലേക്ക് വരികയും ആ റൗട്ടറിൽ നിന്നാണ് നമുക്ക് ആ ഒരു വൈഫൈ ആക്സസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്നാൽ DTHൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സാറ്റലൈറ്റിൻ്റെ ആ ഒരു ദൂരം, അതായത് വളരെ അടുത്താണ്. ആ ഒരു സാറ്റലൈറ്റിനെ വെച്ച്, ദിശാന്റികളുടെ സാറ്റലൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വെറും 550 കിലോമീറ്റർ മാത്രമാണ് ഭൂമിയിൽ നിന്നും ഈ ഒരു സ്പേസ് എക്സിൻ്റെ, അതായത് സ്റ്റാർലിങ്കിൻ്റെ സാറ്റലൈറ്റുകൾക്കുള്ള ദൂരം. ഇതിനായി സ്റ്റാർലിങ്ക് ഓൾമോസ്റ്റ് 10,000-ഓളം സാറ്റലൈറ്റുകളെയാണ് ഭൂമിക്ക് ചുറ്റും വിന്യസിച്ചിട്ടുള്ളത്. സ്റ്റാർലിങ്കിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ, ഇതുവരെയും ഇൻ്റർനെറ്റ് എത്തപ്പെടാത്ത പ്രദേശങ്ങളിൽ, അതായത് നമുക്കറിയാം എല്ലായിടത്തും ഇൻ്റർനെറ്റ് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ഭാഗങ്ങളിൽ ഇപ്പോഴും ഇൻ്റർനെറ്റ് എത്താത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്കറിയാം ഒരു ഇൻ്റർനെറ്റ് എത്തണമെങ്കിൽ അതിൻ്റേതായുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ വേണം. അപ്പോൾ അത് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ആ ഒരു ഇൻ്റർനെറ്റ് എത്തിക്കുക എന്നതാണ് സ്റ്റാർലിങ്കിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്നും. പിന്നെ സ്റ്റാർലിങ്കിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ആളുകൾ ഏറ്റവും ക്യൂരിയോസിറ്റി ആയിട്ട് നോക്കുന്നത്. ഒന്ന്, സ്പീഡ്, ഇൻ്റർനെറ്റ് സ്പീഡ് ലഭിക്കുമോ എന്നുള്ളത്. കാരണം ഇൻ്റർനെറ്റിന് നമുക്കറിയാം നോർമലി സ്പീഡില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതുപോലെ തന്നെ താരിഫ്, എത്ര രൂപയ്ക്ക് കിട്ടും? കാരണം വെച്ചാൽ ഒരു വിദേശ കമ്പനിയാണ്, അതിവിടെ വന്ന് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എത്ര രൂപ അതിൻ്റെ നമുക്ക് ആ ഒരു താരിഫ് എത്രയായിരിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ DTH പോലെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ വെതർ കണ്ടീഷൻ. അതായത് ആ ഒരു ക്ലൗഡിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ആകാശത്തുള്ള നമ്മുടെ മഴ പെയ്യാൻ പോകുന്ന ഒരു അവസരത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ മഴ പെയ്യുന്ന അവസരത്തിലൊക്കെ ആ ഒരു എഫക്റ്റ്, ആ റെയിൻ ഇൻട്രപ്റ്റഡ് വരുമെന്നുള്ളത്. കാരണം DTHൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ആ ഒരു 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന 3 കാര്യങ്ങൾ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല സ്പീഡ് തന്നെ. നമ്മൾ സ്പീഡ് ടെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഓൾറെഡി ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ സ്പീഡ് ടെസ്റ്റിൽ 100 Mbps മുകളിൽ നമുക്ക് ആ ഒരു സ്പീഡ് ഈ സ്റ്റാർലിങ്കിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീഡിൽ വലിയ കുഴപ്പമുണ്ടാകില്ല. പക്ഷേ ലേറ്റൻസിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവാൻ. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സാറ്റലൈറ്റ് ത്രൂ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫൈബറിൽ കിട്ടുന്ന ആ ഒരു ലേറ്റൻസി നമുക്ക് ഒരു സ്റ്റാർലിങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അതിന് ഇൻട്രപ്ഷൻ ഉണ്ടാവാം. ആ ഒരു പല കാരണങ്ങൾ കൊണ്ടും ആ ഒരു ലേറ്റൻസിയിലുള്ള പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മൾ ആ ഗെയിമും കളിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഒരു സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് എത്രത്തോളം ആ ഒരു ഫലപ്രദമാകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ആ ഒരു ലേറ്റൻസിക്ക് ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് സ്റ്റാർലിങ്കിലുണ്ട്. അതുപോലെ ഇതിൻ്റെ താരിഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ പുറത്തുള്ള ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു താരിഫിന് ഇന്ത്യൻ റുപ്പിയിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം 5,000 രൂപ തുടങ്ങി 8,000 രൂപ വരെ മാസം വരുന്ന രീതിയിലുള്ള ഒരു താരിഫൊക്കെയാണ് കാണുന്നത്. പക്ഷേ അതല്ലായിരിക്കും നമുക്ക് എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ഇറക്കുമ്പോൾ അതനുസരിച്ച് താരിഫ് കുറച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ആ ഒരു താരിഫ് വലുതായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ, അതായത് ഈ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്, ആൻറ്റിനയുടെ കൂടെ തന്നെയുള്ള റൗട്ടറും ഉണ്ടാകും. അപ്പോൾ അതിനുള്ള എക്യുപ്മെൻറ്റിൻ്റെ ആ ഒരു കോസ്റ്റും വളരെ ഭീമമായ ഒരു കോസ്റ്റാണ്. പക്ഷേ അത് നോർമലി ഇപ്പോൾ നമുക്ക് ജിയോ ഫൈബറിൻ്റെ ഒക്കെ തന്നെയാണെങ്കിൽ ഫൈബറിൻ്റെ ആ ഒരു എല്ലാ ഒരു ഡിവൈസിൻ്റെ കോസ്റ്റ് നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ആ ഡിവൈസ് അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ലീസ് തന്നെ പോലെ തന്നെ അത് കഴിയുമ്പോൾ അവരത് റിട്ടേൺ എടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിവൈസിൻ്റെ കോസ്റ്റ് നമ്മളധികം ബെയർ ചെയ്യേണ്ടി വരില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് ആദ്യം വരുന്നത്. കാരണം വെച്ചാൽ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ് മാത്രം കൊടുത്താൽ മതിയാകും. പക്ഷേ അത് ഒരു വലിയൊരു എമൗണ്ടാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആ ഒരു ഇന്ത്യൻ റുപ്പിയിലോട്ട് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അത് എത്രയാവും എന്നുള്ളത് വരും കാലത്ത് നമുക്ക് അറിയാൻ പറ്റും. എന്നാലും താരിഫിൻ്റെ കാര്യത്തിലും അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയായിരിക്കും സ്റ്റാർലിങ്ക്. പിന്നെ ഉള്ളതാണ് വെതർ കൊണ്ടുള്ള, അതായത് ആ ഒരു കാലാവസ്ഥ കൊണ്ടുള്ള ഇൻട്രപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളത്. കാരണം DTHൽ നമുക്കറിയാം പലപ്പോഴും മഴ വരുമ്പോൾ നമുക്കത് കണക്ഷൻ കിട്ടില്ല. DTHൽ റെയിൻ ഇൻട്രപ്റ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു കണക്ഷൻ ലോസ് വരും. എന്നാൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ സ്റ്റാർലിങ്കിലും ആ ഒരു റെയിൻ ഇൻട്രപ്റ്റഡ്, അല്ലെങ്കിൽ ആ ഒരു ക്ലൗഡി സിറ്റുവേഷൻസിൽ അതിൻ്റേതായിട്ടുള്ള ഇൻട്രപ്ഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. സ്റ്റാർലിങ്കിൽ കണക്ടിവിറ്റിയിലും അത് കാണിക്കുക. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റാർലിങ്ങിന് ആ ഒരു ലേറ്റൻസിയിലെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. സ്പീഡ് ഒരുപാട് കാണിച്ചാലും ലേറ്റൻസി തുടർന്നും വരുന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്യും.
സോ നമുക്കതെല്ലാം കണ്ടു തന്നെ അറിയാം. ലോഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ വീഡിയോ, അതിൻ്റെ ഫുൾ കോൺഫിഗറേഷൻ ഉൾപ്പെടെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സ്റ്റാർലിങ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും ഇത്തരം വീഡിയോസുകളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.